മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹന തട്ടിപ്പ്. പറവൂർ ജനസേവ സമിതി ട്രസ്റ്റിന് മുന്നിൽ സ്ത്രീകളുടെ പ്രതിഷേധം. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങളും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ട്രസ്റ്റ് ഓഫീസിന് മുന്നിൽ തട്ടിപ്പിനിരയായവർ തടിച്ചുകൂടി. പറവൂർ ടൗൺഹാളിന് പിന്നിലുള്ള ജനസേവാ സമിതി ട്രസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ആയിരക്കണക്കിന് വരുന്ന തട്ടിപ്പിനിരയായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തടിച്ചുകൂടിയത്. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് എത്തി രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞുപോകാൻ തയ്യാറാകാതെ ഓഫീസിന് മുന്നിൽ കൂടി നിൽക്കുകയായിരുന്നു. ഇരുചക്രവാഹനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 2200 രൂപയിൽ നിന്ന് വാഹനത്തിന്റെ പകുതി തുകയും സർവീസ് ചാർജായ 3000 രൂപയും ഈ സംഘം കരസ്ഥമാക്കിയെന്നാണ് പരാതി. ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ പകുതി തുകയ്ക്ക് വാഗ്ദാനം ചെയ്ത് കോടികൾ വേറെയും തട്ടിപ്പ് നടത്തിയതായും പരാതിയുണ്ട്. നാഷണൽ ഇന്ത്യ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ രൂപീകൃതമായ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന് കീഴിലുള്ള ഏജൻസി എന്ന നിലയിലാണ് പറവൂരിലെ ജനസേവാ സമിതി ട്രസ്റ്റ് പ്രവർത്തിക്കുന്നതെന്നാണ് വിവരം. ട്രസ്റ്റിന്റെ തലപ്പത്തുള്ള മൂവാറ്റുപുഴ കൊല്ലത്തൂർ സ്വദേശി അനന്തകൃഷ്ണനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പറവൂരിൽ പ്രവർത്തിക്കുന്ന ജനസേവാ സമിതി ട്രസ്റ്റ് നേരത്തെ പല പ്രാവശ്യമായി 700 ഇരുചക്രവാഹനങ്ങൾ നൽകി ജനങ്ങളുടെ വിശ്വസ്തത നേടിയിരുന്നു. ഇതിനുശേഷം 2200 പേരിൽ നിന്ന് ഇരുചക്രവാഹനത്തിന്റെ വിലയുടെ പകുതി തുക സമാഹരിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. നാഷണൽ ഇന്ത്യ കോൺഫെഡറേഷൻ സ്ത്രീ ശാക്തീകരണത്തിനായി ഇരുചക്രവാഹനങ്ങൾ പകുതി തുകയ്ക്ക് നൽകുന്ന പദ്ധതി സംസ്ഥാനമെമ്പാടും നടപ്പിലാക്കിയിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ചാണ് പറവൂരിൽ നിരവധി കോടികളുടെ തട്ടിപ്പ് അരങ്ങേറിയതെന്നാണ് ആരോപണം. തട്ടിപ്പിനിരയായ സ്ത്രീകളാണ് സ്ഥാപനത്തിന് മുന്നിൽ തടിച്ചുകൂടിയത്. പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ലഭിക്കാൻ താമസം നേരിട്ടതാണ് പദ്ധതി മുടങ്ങാൻ കാരണമെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ.